പലപ്പോഴും ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ ചോദിക്കും, എന്തിനാ യേശുവിനെ സ്വീകരിച്ച്, എന്തിനാ രക്ഷിക്കപ്പെട്ട്? ഉടനെ അവർ പറയുന്നത് സ്വർഗത്തിൽ പോകാൻ. വാസ്തവത്തിൽ സ്വർഗം നമ്മുടെ സ്വന്തമാണ്. സ്വർഗീയ സ്ഥലത്ത് നമ്മളെ ഇരുത്തിയിരിക്കുന്ന ആരെങ്കിലും നമ്മളോട് പറയാം, യേശുവിനെ എന്തിനെ സ്വീകരിക്കണം, സ്വർഗത്തിൽ പോകാനാ? അതിനേക്കാളും വലിയൊരു സ്ഥലമുണ്ട്. സ്വർഗീയ സ്ഥലത്ത് ഇരുത്തി കഴിഞ്ഞിരിക്കുക. പിന്നെയോ 1 കൊരിന്ത്യർ 1:9 തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവത്തിന്റെ വിശ്വസ്തത. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഇംഗ്ലീഷ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, കോമ. ഇന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരായിരിക്കാം, ആരോഗ്യപരമായി ബുദ്ധിമുട്ടുന്നവരായിരിക്കാം, ഏത് വെല്ലുവിളിയുടെ മുമ്പിൽ നിൽക്കുന്നവരും നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം, ദൈവം വിശ്വസ്തൻ എന്നെ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കും. ദൈവം വിശ്വസ്തൻ സാമ്പത്തികമായി എന്നെ ബുദ്ധിമുട്ടിൽ നിന്ന് മാറ്റും. ദൈവം വിശ്വസ്തൻ എൻ്റെ എല്ലാം വെല്ലുവിളികളും മാറി ജയോത്സവമായി എന്നെ നടത്തും. ദൈവം വിശ്വസ്തൻ. കാരണം എന്താ? ഇതിനേക്കാളും, അഥവാ രോഗസൗഖ്യത്തെക്കാളും ഭൗതിക നന്മകളെക്കാളും ലോകത്തിലെ അംഗീകാരത്തെക്കാളും ഏറ്റവും വലിയ അംഗീകാരം തന്നിരിക്കുക തൻ്റെ പുത്രനായ യേശുവിലൂടെ നിങ്ങളെയും എന്നെയും കൂട്ടായ്മയിലേക്ക്. ഓർത്ത് നോക്കിയാൽ നമുക്കൊരു കത്ത് വരുക, നാളെ മുതൽ എല്ലാ ദിവസവും രാവിലെ പ്രസിഡൻറ്റിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോളെ ഫോൺ എടുത്ത് 10 പേരോട് വിളിച്ച് പറയും, ഒന്നുമില്ല, ചുമ്മാ ഇറങ്ങും, പറയും എന്നോണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് പറയും, നാളെ എനിക്ക് പ്രസിഡൻറ്റിൻ്റെ കൂടെ ഭക്ഷണത്തിന് വിളിച്ചിരിക്കുക. നമ്മൾ വീമ്പെളുക്കും. അതിനേക്കാളും ശ്രേഷ്ഠമല്ലേ ഈ സ്ഥാനം?